നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. വളരെ പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. ശിവകുടുംബം തന്നെ ഇവിടെ ആയിരുന്നു എന്നാണ് ഐതിഹ്യം. കർക്കിടകത്തിലെ ചോതിയാഘോഷം ഇവിടുത്തെ പ്രധാനമാണ്. അതുപോലെ കൊന്നയ്ക്കൽ ശിവൻ, ഈ പ്രതിഷ്ഠ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നും പൂക്കുന്ന കണിക്കൊന്ന ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ജലധാര, ശംഖാഭിഷേകം, ദമ്പതി പൂജ, രുദ്രാഭിഷേകം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഈ ദമ്പതി പൂജ പൗർണമി ദിവസങ്ങളിൽ നടക്കുന്ന ദമ്പതി പൂജ അഥവാ പള്ളിയറ പൂജ വളരെ വിശിഷ്ടവും ഫലപ്രദവുമാണ്. 3 പൗർണമികളിൽ പള്ളിയറ പൂജയിൽ പങ്കെടുത്ത് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന, വിവാഹം നടക്കാനിരിക്കുന്ന കന്യകമാരുടെ വിവാഹം അടുത്ത പൗർണമിക്ക് മുമ്പേ നടക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പൗർണമി ദിനങ്ങളിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. മാത്രമല്ല, വെളുത്ത വാവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസം ഭഗവത് പ്രസാദത്തിന് ശക്തി കൂടുതലാണ്. ഇത്തരം ദിവസങ്ങളിൽ ഭക്തജന പ്രവാഹം തന്നെ ഇവിടെ ഉണ്ടാകാറുണ്ട്. ദമ്പതി പൂജ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ ഗംഗാദേവിയുടെ പ്രതിഷ്ഠ തിരുവഞ്ചിക്കുളത്തല്ലാതെ മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയുകയില്ല. ദൈവഭക്തരായ സുന്ദരമൂർത്തിയും ചേരമാൻ പെരുമാളും കർക്കിടക മാസത്തിലെ ചോതിനാളിൽ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഉടലോടെ കൈലാസത്തിലേക്ക് പോയി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തെക്കൻ കാശി എന്നുകൂടി ഈ ക്ഷേത്രത്തിനെ അറിയപ്പെടുന്നു. ചിലപ്പതികാരം രചിച്ചത് ഈ ക്ഷേത്രത്തിൽ വെച്ചെന്നാണെന്നാണ് വിശ്വാസം. 20 നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ശംഖാഭിഷേകം.